സ്വാഗതം പറയാനായിട്ട് ഇന്നത്തെ കുടുംബയോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളു. വേദിയിൽ ശാഖ പ്രസിഡന്റ് അശോക് ബാബു, ശാഖ സെക്രട്ടറി ഷാജിയേട്ടൻ, യൂണിയൻ കൗൺസിലർ രാജ ബിജോയ്, കുടുംബദാസിൻ്റെ വൈസ് പ്രസിഡൻ്റായ ദാസൻ, കുടുംബദാസിൻ്റെ സെക്രട്ടറി കല, യൂണിയൻ കൗൺസിലറായ സുനിത, നമ്മുടെ മുരളിയേട്ടൻ, എല്ലാവർക്കും സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായി നമസ്കാരം. നമ്മുടെ കുടുംബദാസിൻ്റെ വാർഷികം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുടുംബദാസാണിത്. ആ വാർഷിക പൊതുയോഗം ഒരു ഭംഗിയായി നടത്തുവാനും സഹകരിച്ച എല്ലാവർക്കും ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഇപ്പോൾ സ്കൂൾ തുറന്ന് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട്. എവിടേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് ആർക്കില്ല. സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് ലീവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ചെല്ലാം, അല്ലെങ്കിൽ പാരൻസിനെ വിളിച്ചിട്ട് സ്കൂളിൽ ചെല്ലാമെന്നാണ് കണക്ക്. ഈ കുട്ടികളെ ലീവ് ലെറ്റർ ഉണ്ടായാലും ശരി, സ്കൂളിൽ പോകുന്നുണ്ടെന്ന് നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ പറ്റും. ലീവ് ലെറ്ററിൻ്റെ പാരൻസിൻ്റെ സൈനൊക്കെ ആ പിള്ളേർക്ക് തന്നെ ഇടാൻ അറിയാം. അതിൻ്റെ ലീവ് ലെറ്റർ അവർ തന്നെ എഴുതും, അവർ തന്നെ അവിടെ കൊണ്ടുകൊടുക്കും, അവർ ക്ലാസ്സിൽ കയറും. അതാണ് പതിവ്. പിന്നെ പോകുന്നത് ട്യൂഷൻ സെൻ്ററിലാണ്. ട്യൂഷൻ സെൻ്ററിൽ മിക്ക പിള്ളേരും പോകണില്ല. കാരണം അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് തുറക്കുമ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ പോയാൽ മതി. ഈ പെൺപിള്ളേരും ആൺപിള്ളേരും കാലത്ത് 7 മണിക്ക് വന്നിരിക്കും. സ്കൂൾ ക്ലാസ് തുടങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ ഈ മുരളിയേട്ടൻ അറിയാൻ പറ്റും. അത് കൂടുതൽ മുരളിയേട്ടൻ്റെ തൊട്ട് കുട്ടികളുണ്ടാവും. ഒരുപാട് പിള്ളേർ ക്ലാസ്സിൽ കയറാതെ ചുറ്റി കറങ്ങി, ആൺപിള്ളേരും പെൺപിള്ളേരും ഈ കനാലിൻ്റെ സൈഡ് കൂടെ നടക്കണമെങ്കിൽ ഒരുപാട് പിള്ളേർ ആൺപിള്ളേരും പെൺപിള്ളേരും മിക്സ് ചെയ്ത് കെട്ടി പിടിച്ച് അവിടെ ഇരുന്ന് വെച്ച് വർത്താനം പറഞ്ഞൊക്കെ പറഞ്ഞ് ആ ടൈം ആകുമ്പോൾ പോകണം. അതിൻ്റെ അതിൽ ക്ലാസ്സിൽ ചെല്ലുന്നുണ്ടാകുന്ന എല്ലാ മാതാപിതാക്കളും അവരെ ക്ലാസ് ടീച്ചറോട് വിളിച്ച് ചോദിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇടയ്ക്ക് അവിടെ പോയി അന്വേഷിക്കുക തന്നെ വേണം. കുട്ടികളെ ഏതെങ്കിലും ഇതിൽ ചതിൽ പെട്ട് കഴിഞ്ഞിട്ട് ചതിച്ചല്ലോ, അവൻ ചതിച്ച് ഇവൻ ചതിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ജീവിതമാണ്. സ്വന്തം ജീവിതം പടയപ്പെടുത്തി കുട്ടികൾ പോകാതിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾക്ക് അത്രയേ ഉള്ളൂ. കയ്യിലൊന്നും കൊണ്ടില്ല. ജനിച്ചു വരുമ്പോൾ എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചിട്ടില്ല, മുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് വരെ മുട്ടി ബന്ധിറക്കാത്ത പറയും ഹിന്ദിയിൽ പറയാം. കൈ ഇങ്ങനെ പിടിച്ചിട്ടില്ലവര് ജനിക്കുമ്പോ കൊച്ചുങ്ങളൊക്കെ കൈ ഇങ്ങനെ പിടിച്ചിട്ടില്ല കരയുമ്പോ, അല്ലേ അമ്മമാരെ? അല്ലേ? പോകുമ്പോ നമുക്ക് എല്ലാവരും അറിയാം. നമ്മൾ കൈ ഇങ്ങനെ നിർത്തി വെച്ചിട്ടാണ് കെട്ടും, കാല് കെട്ടും, വായൊക്കെ ഇങ്ങനെ കൂട്ടി കെട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കിടക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മളൊന്നും എല്ലാവരും ഒന്ന് കളക്റ്റീവായിട്ട് എല്ലാവർക്കും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിന്തിച്ച് പരസ്പരം സഹായിക്കുക. അതിന് മുന്നോടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ജിത. തൽക്കാലം ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവാൻ മറന്നു കളഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞു വീണ്ടും ആ കാര്യങ്ങളിലേക്ക് പോവാ. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് മനസ്സിനൊരു ആനന്ദം കിട്ടുന്ന സംഭവമല്ലേ. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് പൊതുവേദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഭാഗത്തൊരു കെട്ടുറപ്പ്. ഇവിടുത്തെ രണ്ടാളുള്ള ആൾക്കാർ, അങ്ങനെ 4 ആൾക്കാർ കൂടിയിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ. അപ്പൊ അത് നമ്മൾ മോൾക്ക് എങ്ങോട്ടാ നാളെ എക്സാം ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ആ കൊച്ചിനെ ആദരിക്കേണ്ടതുണ്ട്, കുട്ടികളെ ആദരിക്കാനുള്ളതാണ് ഈ സംഭവങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സമയം. അപ്പൊ ഈ ഞാൻ ശ്രീ ഗുരു കുടുംബ സദസ്സ് ഔദ്യോഗികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കൊച്ചിന് പഠിക്കാൻ പോകണമെന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു മെഡിക്കേറ്റ് പഠിക്കുക. ഓക്കെ, സംസാരിക്കുന്ന ശ്രീ ഗുരു കുടുംബ സദസ്സിൻ്റെ പ്രസിഡന്റ് സിദ്ധാർത്ഥൻ, സെക്രട്ടറി ചന്ദ്രശ്രീകല, ശാഖ സെക്രട്ടറി ഷായിച്ചേട്ടൻ, യൂണിയൻ പ്രതിനിധികൾ ബിജോയ് നെല്ലിപ്പറമ്പിൽ, നമ്മുടെ സുനിത ബാബു, എൻ്റെ മുന്നിലുള്ള എല്ലാവരായ എല്ലാ തിരുനാടുകളുടെ നമസ്കാരം. നമ്മളിവിടെ മെയിനായിട്ട് വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് അവിടെ A+ മേടിച്ചു കൊടുക്കും, കൂടുതൽ മാർക്ക് മേടിച്ചു കൊടുക്കും, കമ്മൻ്റ് കൊടുക്കാൻ ആദരിക്കാനും വിളിച്ചേക്കുന്നത്. അപ്പോൾ കുട്ടികളോട് പ്രത്യേകം പറയാനുള്ളത്, ഇവിടെ കുട്ടികളൊന്നും കാണാനില്ല.
എത്ര പഠിക്കുന്നത്? നീ കുട്ടികളോട് ഞാൻ അന്നും പറഞ്ഞതും നിങ്ങളൊന്നും വന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അവിടെ വന്നിരുന്ന കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും ക്വാളിറ്റി ആയിട്ട് പഠിക്കണമല്ലോ. ക്വാളിറ്റി പഠിച്ച എല്ലാവരും പാസ് മാർക്ക് മേടിച്ച് ഇങ്ങനെ A+ മേടിച്ച് പോയി കഴിഞ്ഞൊന്നും കാര്യമില്ല. നമ്മൾ സൂപ്പറായിട്ട് നല്ലോണം പഠിച്ച് എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് 8 മണിക്കൂർ പഠിക്കണം. 8 മണിക്കൂർ. അത് 8ാം ക്ലാസ് തൊട്ട് പഠിച്ചാൽ നീ പഠിക്കണ്ട. നീ 6 7 8 തൊട്ട് 5 കൊല്ലമാണ് ഞാൻ പറയുന്നത്. 10ാം പേർക്ക് 10 കഴിഞ്ഞാൽ 11 12 ഈ 3 കൊല്ലം. കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇഷ്ടത്തിൽ നിനക്ക് പഠിക്കാം. അപ്പോഴും നമ്മൾ 8 മണിക്കൂർ പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം. അല്ലെങ്കിൽ എന്താവും, ബാക്കിയുള്ള കൊല്ലങ്ങൾ നമുക്ക് കരയായിരുന്നത്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ അത്രയ്ക്ക് നമ്മൾ എത്തിച്ചേരണം. നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് നോക്കണ്ട. അമ്മ അച്ഛനും പോകുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെട്ട് നമ്മൾ ആദ്യം എന്താ നോക്കുക? അതിൻ്റെ വില നോക്കും. 6000 വേണ്ട. അതിന് അപ്പം മോന് പറയാൻ തോന്നണം, അമ്മ അതെടുത്തോ, ടാഗൊന്നും നോക്കണ്ട, പൈസ ഞാൻ കൊടുക്കാം. അങ്ങനെ കഴിവ് വേണമെങ്കിൽ എന്ത് വേണം? കയ്യിൽ പൈസ വേണം. പൈസ വേണമെങ്കിൽ നല്ല ടോപ്പ് ജോലി വേണം. ഇതൊക്കെ ഓടിച്ചാലും പെയിൻ്റ് അടിക്കാൻ പോലും കിട്ടുമോ? കിട്ടില്ല. നമ്മളോ കട ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കി ടാഗ് നോക്കുക. എത്രയാണ്? 4500 വേണ്ട, 2000 നമ്മൾ കമ്പനി കേട്ടിട്ടുണ്ട്. ടെസ്ല കാറിൻ്റെ കമ്പനി. അവിടെ ജോലിക്ക് എടുക്കുന്ന ഇൻ്റർവ്യൂ എടുക്കില്ല, ഇൻ്റർവ്യൂ ചെയ്യില്ല. കാണും ഒരു ടോപ്പാണ്. അവൻ സ്കൂളിൽ ഇത്രയും ടോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോപ്പ് ചെയ്തറിയണം, അതാരായിരുന്നു, അതൊന്നും ചോദിക്കില്ല. അത്ര പവറാണ്. അങ്ങനെ നമ്മളായിത്തീരണം. അതിലൊരു പഠിപ്പിൻ്റെ വില. ഇപ്പോൾ ഇവിടെ നമ്മളെ പ്രസിഡന്റ് സിദ്ധാർത്ഥൻ പറഞ്ഞു കേട്ടില്ലേ? അത് ഭയങ്കര അർത്ഥമുള്ള കാര്യമാണ് പറഞ്ഞത്. മക്കളെ, കുട്ടികൾ, അമ്മമാരോട് ഞാൻ 5 ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഉത്തരം ഞാൻ തന്നെ പറയാം. നിങ്ങൾക്ക് 5 നടന്മാരുടെ പേരറിയോ? 5 നടന്മാരുടെ പേരറിയില്ലേ? പറയാൻ പറ്റില്ലേ? 5 രാഷ്ട്രീയക്കാരുടെ പേരും പറയാൻ പറ്റില്ലേ? നിങ്ങളുടെ 5 മോൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് പറയാൻ പറ്റുമോ? അറിയോ? എല്ലാവർക്കും അറിയോ? അതറിയണം, അറിഞ്ഞിരിക്കണം അവരെന്താ ചെയ്യുന്നത്. അവരെ ഞാൻ പറയാം. അപ്പം നമ്മൾ ഈ കുടുംബ സദസ്സുണ്ട്. കുടുംബ സദസ്സിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ എല്ലാവർക്കും നമ്മൾ പൈസ പിരിക്കുകയും ചെയ്യും. അതിലും നല്ലതായിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം എന്ന് പറയാൻ പറ്റില്ല, ചാരിറ്റി ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക. അവരുടെ എന്തെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്നതിലും കുറച്ച് വില, ഒരു 5 രൂപ കൂടിയാലും നല്ല സാധനം, മായില്ലാത്ത സാധനം കൊടുത്തിട്ട് അവർക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ചാരിറ്റി ആയിട്ട് വാങ്ങിച്ച് അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാം. ഇത് ഞാൻ ഈ മുളക് പൊടി ഇപ്പോൾ ഇവിടെ എത്ര ഇതിൻ്റെ വില? ഒരു ചാരിറ്റി ആയിട്ട് മുളക് പൊടി ആദ്യമായിട്ട് ഞാൻ രാമകൃഷ്ണന് കൊടുത്തിട്ട് ഒരു 60 രൂപയ്ക്ക് കൊടുത്തു. എത്ര? 200 ഗ്രാം. 200 ഗ്രാം. ശ്രീ ഗുരു കുടുംബ സദസ്സിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സിദ്ധാർത്ഥൻ്റെ കുടുംബ സദസ്സ് ഔപചാരികമായിട്ടാണ് നടന്നത്. ശാഖയുടെ സെക്രട്ടറി, ഡൽഹിയിലുള്ള എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുട്ടികൾ വളരെ സന്തോഷം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഗുരുവിൻ്റെ ദർശനങ്ങളും മഹാഗുരുവും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുരുവിൻ്റെ ദർശനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളിൽ പലരും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾ അറിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിച്ച് അവരെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. നേരത്തെ സിദ്ധാർത്ഥ എന്നൊക്കെ പറഞ്ഞ പോലെ ഗുരുവിനെ കുറിച്ച് അറിഞ്ഞ് ഗുരുവിൻ്റെ ദർശനങ്ങളുടെ മഹത്വത്തെ അറിഞ്ഞാൽ ആ കുട്ടികൾ ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്നാൽ അവർക്ക് ഒരുപാട് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ സത്യമായി ഇന്ന് നിലകൊള്ളുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ IAS പഠിച്ച സുബ്ബ സുരേന്ദ്രൻ കുട്ടി നമ്മുടെ ഇതേപോലെ കുടുംബ സദസ്സുകളിൽ വരാതെ ഇതേപോലെ A+ വാങ്ങി കാണാൻ കുട്ടി IAS കാര്യമായത് സുബ്ബ സുരേന്ദ്രൻ. അപ്പോൾ അതൊരു വലിയ മാതൃകയാണ്. അത്തരത്തിലുള്ള മാതൃകയിലേക്ക് അത് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ എത്തിയിട്ടുള്ള കുട്ടികൾ ഇതുപോലെ അത് വലിയൊരു അനുഗ്രഹമായി നമ്മുടെ ഗുരു നമ്മളോടൊപ്പം തന്നെയുണ്ട്
ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായാലും ഇന്നത്തെ കാലഘട്ടത്തിലായാലും നമ്മൾ ഗുരുവിനോട് എന്താവശ്യപ്പെട്ടാലും അതെല്ലാം ഗുരു നമുക്ക് സാധിച്ചു തരുന്നു എന്നുള്ളത് പലരുടെയും ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പം അടുത്ത് തന്നെ ഞാൻ ചെറിയ കഥ പറഞ്ഞ് നിർത്താം. കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉപ്പുവെള്ളമാണ്, കടൽ കൂടുതലുള്ള പ്രദേശമാണ്. അവിടെ ഒരു സമയത്ത് അവിടെ സഞ്ചരിച്ചപ്പോൾ അവിടെയുള്ള എല്ലാവരും ഒരു വലിയ പരാതിയായിരുന്നു. അവിടെ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. അവിടെ കുഴിക്കുന്ന കിണറുകളിലെല്ലാം ഉപ്പുവെള്ളമാണ് എന്നുള്ളത്. മഹാഗുരു ആ സമയത്ത് സൂര്യനെ നോക്കി ഒരു കല്ലെടുത്ത് അങ്ങോട്ട് ഇട്ടു എന്നുള്ളത് ഒരു ചരിത്രമാണ്. അവിടെ അവർ കിണർ കുഴിച്ചു. ആ കിണറിൽ നിന്ന് ലഭിച്ച വെള്ളം ഒരു പ്രത്യേക മധുരരസമുള്ളതാണ് എന്ന് ചരിത്രത്തിൻ്റെ പല രേഖകളിലുമുണ്ട്. ഇന്നും അതൊരു വിനോദസഞ്ചാരികളെ അവിടേക്ക് ആകർഷിക്കുന്നു. ഒരു വലിയ സത്യമായി ഇന്നും നിലകൊള്ളുന്നു. ആ മഹാഗുരുവിൻ്റെ ശരിയതയാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. അവർ ആ ഗുരുവിനോട് ചേർന്ന് നിന്ന് തിരിച്ചറിഞ്ഞ് ആ ഗുരുവിനോടൊപ്പം ഗുരുവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചും പഠിച്ചും കുട്ടികളെല്ലാവരും വലിയ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് മഹാഗുരുവിനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ട് കൊടുത്തു. അത് കുഴപ്പമില്ല. ആമാ രാമകൃഷ്ണന്റെ മകൻ കിരന്റെ മകളാണ് ഇഷാൻ ചോബി. സ്ത്രീകളെ ഗൗരി ജയൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ സിദ്ധൻ ചേട്ടൻ പറഞ്ഞ പോലെ കുട്ടികൾ സ്കൂളിൽ പോണ സമയത്ത് പേരൻസ് വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നാണ് ഇപ്പോഴത്തെ എല്ലാ പേരൻസിനോടും പറയുന്നത്. അപ്പം ഇനി സ്കൂൾ തുറന്ന സമയമാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇപ്പോൾ പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊന്നും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഒരു സ്റ്റാമ്പ്, അത് പല രൂപത്തിലുള്ളതും. ഇന്നാളെ ഇവിടെ വന്ന് കുടുംബ സദസ്സിലൊരു ഓഫീസർ വന്ന് സാറ് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പേരൻസ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതേപോലെ പിന്നെ ഇന്ന് സമ്മാനം മേടിച്ച എല്ലാ കുട്ടികൾക്കും ഇനി ഉയർന്ന അവരുടെ മുന്നോട്ടുള്ള എല്ലാ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അവർക്കെല്ലാം മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും ഗുരുദേവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദസ്സിലും വേദികയിലും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്കിവിടെ പറയാനുള്ളത് ഇന്ന് നല്ല സന്തോഷമുണ്ട്. കുട്ടികളെ കുറേ കാണുന്നുണ്ട്. ഇതുപോലെ എല്ലാ കുടുംബസദസ്സുകളിലും കുട്ടികളെ കൊണ്ടുവരും. അമ്മമാർ വരാം. കൂടുതൽ അമ്മമാരാണ് വരുന്നത്, അതുകൊണ്ട് അമ്മമാരെ വരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബസദസ്സ് നല്ല വിപുലമായി നമുക്ക് കൊണ്ട് നടക്കാൻ സാധിക്കും. കുട്ടികൾക്ക് കുറച്ച് അറിവുകളും കിട്ടും. ഗുരുദേവനെ കുറിച്ച് ഗുരുദേവനിക്ക് അടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വഴിഞ്ഞിട്ട് പോകില്ലാണ് എൻ്റെ കാരണം. ഗുരുദേവൻ അത്രയും എന്താ പറയുക, ഗുരുദേവനെ പറ്റി പറയുന്ന വാക്കുകളില്ല. അപ്പം ഞാനൊക്കെ ഗുരുദേവൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് വരുന്നതാണല്ലോ. എങ്കിലും എപ്പോഴും ഗുരുദേവനെ വിളിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ഇറങ്ങുമ്പോഴും നേരം വിളക്ക് വയ്ക്കും. അപ്പം അങ്ങനെ ഗുരുദേവനിലേക്ക് കൂടുതൽ അടുത്തടുത്ത് പോവുകയാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക. ഈ ഗുരുദേവനെ കുറിച്ചുള്ള ചരിത്രവും അതുപോലെ ഗുരുദേവൻ്റെ കൃതികൾ, അതുപോലെ ഗുരുധർമ്മം, അങ്ങനെ 3 പുസ്തകം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് എന്തൊരു വന്നാലും നമുക്ക് അത് എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് മനസ്സിന് ഒരു ആശ്വാസം കിട്ടും. ഞാൻ എൻ്റെ അനുഭവം പറയുന്നതാണ്. നമുക്ക് കൂടുതൽ ആശ്രമത്തിലിരിക്കുമ്പോൾ നമ്മൾ ആ ബുക്കുകൾ കിട്ടുന്നത് കുറച്ച് നോക്കിയാൽ മതി. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മൊബൈലിലായാലും യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും കിട്ടും. ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുദേവ ചരിത്രങ്ങളായാലും ശിഷ്യന്മാരുടെകളായാലും എല്ലാം അറിയാൻ കഴിയും. അത് വീട്ടിലിരുന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു തരുന്നില്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളതിൽ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇന്ന് ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകളും അനുമോദനങ്ങളും.
അവർക്ക് ഇനിയും ഉന്നതി ഉണ്ടാകുന്നു പ്രാർത്ഥിക്കുന്നു. പിന്നെ കുടുംബസദസ്സിന് ഇനിയും മീതുള്ള ഉന്നതി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് എന്ത് പേര്? എന്റെ പേര് ഗായത്രി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിലിരിക്കുന്ന മഹാത്മാക്കൾ, പിന്നെ സദസ്സിലുള്ള എല്ലാ അമ്മമാരും പെങ്ങന്മാരും കുട്ടികളും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ജയ് ഗുരുദേവ്, ജയ് ഗുരുദേവ്. നമ്മള് ഗുരുദേവന്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജയ് ഗുരുദേവ് പറഞ്ഞിട്ട് ജയ് ഗുരുദേവ്. കറക്റ്റ്, അങ്ങനെ ശബ്ദം വരും. അപ്പൊ ഇന്ന് ഗുരുദേവന്റെ ഒരു ചെറിയ സംഭവം, 1-2 സംഭവം ഓർമ്മയിലുണ്ട്. അതില് ആത്മഹത്യ ചെയ്യാൻ പോയ 2 പേരുടെ ഒരു കാര്യം പറയും. ഒരു ദിവസം പൂന്തുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗുരുദേവനൊരു സ്വഭാവം ഉണ്ട്. സാധാരണ ഈ കടല് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുന്നിന്റെ മുകളില് കടലിന്റെ തീരത്തൊക്കെ വളരെ താല്പര്യമാണ് ഗുരുദേവന് ചെന്നിരിക്കാനായിട്ട്. അപ്പൊ ഒരു ദിവസം ഗുരുദേവൻ ഒറ്റയ്ക്ക് പൂന്തുറയില് കടൽ തീരത്ത് കിടക്കുകയാണ്. ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി, പാതിര സമയമായി. അദ്ദേഹം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാൽപെരുമാറ്റം തോന്നി ഗുരുദേവൻ. അപ്പൊ ഗുരുദേവൻ ഇങ്ങനെ കടലിന് അഭിമുഖമായിട്ട് ഇങ്ങനെയുള്ള കിടക്കുന്നത്. ഈ 1-2 ആൾക്കാർ ഈ കടലിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ ഗുരുദേവൻ നോക്കിയപ്പോ 2 ആൾക്കാർ കടലിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോ സ്വാമി ചിന്തിച്ചു, മത്സ്യം പിടിക്കാനായിട്ട് മുക്കുവന്മാർ ഇറങ്ങാനുള്ള സമയമായിട്ടില്ലല്ലോ, 12 മണി ഒക്കെ ആയിട്ടില്ല, 1 മണിയൊക്കെ ആയിട്ടുണ്ടാവാനുള്ള സമയമായിട്ടുള്ളൂ. എന്താന്ന് ഗുരുദേവൻ ശ്രദ്ധിച്ചപ്പോൾ ഇവർ 2 പേരും നടന്നു നീങ്ങാണ്. കടലിന്റെ അടുത്തേക്ക് നീങ്ങി കടലിന്റെ വക്കത്ത് ചെന്ന് നിന്നിട്ട് ഈ വെള്ളമൊക്കെ തൊട്ട് ഇങ്ങനെ കടലമ്മേനൊക്കെ തൊഴുതു, നമസ്കരിച്ചു. അത് കഴിഞ്ഞ് 2 പേരും പിന്നാക്കം. അപ്പൊ അതിൽ നോക്കിയപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. പിന്നോട്ട് നീങ്ങിയിട്ട് 2 പേരും ഓടി ചെന്ന് ഈ കടലിലേക്ക് ചാടി. ഇതാന്ന് പറയുമ്പോഴേക്കും ഇവര് ചാട്ടം കഴിഞ്ഞു. ഗുരുദേവൻ പെട്ടെന്ന് പിന്നാലെ ഓടി ചെന്ന് കടലിൽ നിന്ന് ഇവരെ പിടിച്ചു വലിച്ച് കയറ്റി കൊണ്ടുവന്നു. പിന്നാലെ ഓടിച്ചെന്ന് സ്വാമികൾ ഇവരെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അവര് പറയാണ്, എന്തിനാ സ്വാമി ഞങ്ങളെ രക്ഷിച്ചത്? ഞങ്ങള് നിരാശരാണ്, ഇനി ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല, അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി, ഇനി എന്തിനാ ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് ഗുരുദേവനോട് പരാതി പറയാൻ തുടങ്ങി. അപ്പൊ ഗുരുദേവൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ.
നിങ്ങൾ ആത്മഹത്യ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു അവസാനമാകുന്നില്ല. ആത്മഹത്യ പരിഹാരമേ അല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ദമ്പതിമാരെ രണ്ടുപേരെയും സ്വാമി കൈ പിടിച്ച് കരക്കിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ബന്ധുവിനെ എനിക്കറിയാം, ഞാൻ നിങ്ങളെ ബന്ധുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതെങ്ങനെ ഗുരുദേവന് മനസ്സിലായത്? ഈ പാതിരയ്ക്ക് മണലിൽ കിടക്കുന്ന ആള് രണ്ടുപേര് ആത്മഹത്യ ചെയ്യാൻ കടലിലേക്ക് ചാടാൻ പോകുന്നു. ഈ ആൾക്കാർക്ക് ഒരു ബന്ധുക്കൾ വർക്കലയിലുണ്ടെന്ന് എങ്ങനെ ഗുരുദേവന് മനസ്സിലായത്? ആ കമന്റ് അടിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പ്ലീസ്. എങ്ങനെ മനസ്സിലായി? നമുക്ക് മനസ്സിലാവൂ? ബന്ധുക്കള് അവിടെ ഉണ്ടെന്ന് വർക്കലയിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവില്ല. സാധാരണക്കാരന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ഗുരുദേവൻ ഒരു അവതാരമാണെന്നും മഹാവതാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന്റെ കാരണം അതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. സാധാരണക്കാരനല്ല, അല്ലെങ്കിൽ ഒരു സിദ്ധി കിട്ടിയ ഒരു വ്യക്തിയൊന്നുമല്ല. സിദ്ധികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് 1-2 സിദ്ധികൾ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കോൺഷ്യസ് ലെവല് വളരെ വിപുലമാണ്. പറഞ്ഞു, നിങ്ങളെ ഞാൻ നിങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഇവര് 3 പേരും കൂടി നടന്ന് മണിക്കൂറുകളോളം നടന്നു. വർക്കല, ഈ പൂന്തുറയിൽ നിന്ന് വർക്കല വരെ നടന്നു. രാവിലെ ആയപ്പോഴേക്കും ഇവർ ആ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ബ്രാഹ്മണന്മാരുടെ വീടാണ്. അപ്പോൾ സ്വാമി കയറി വരുന്ന കണ്ടപ്പോഴേ ഈ വീട്ടുടമസ്ഥര് 2 പേരും മുൻകൂട്ടി സ്വാമിയെ അറിയാവുന്ന ആൾക്കാരാണ്, സ്വാമിയുടെ ഭക്തരാണ്. അപ്പോൾ വളരെ ഇതായിട്ട് ചോദിച്ചു, എന്താ സ്വാമി ഈ സമയത്ത് വന്നത്, എന്താ കാര്യം? പിന്നാലെ ഇവർ 2 പേരും കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം എന്താന്നുള്ളത്. അവര് വളരെ ദരിദ്രമായ അവസ്ഥയിലാണെന്നും അവർ ആത്മഹത്യ ചെയ്യാൻ ആ രീതിയിലാണ് അവരുടെ ജീവിതമെന്നും ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് കാര്യം പിടികിട്ടിയവർ. എന്നിട്ട് സ്വാമി പറയാണ്, ഇവരെ നിങ്ങൾ സംരക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞാൻ തരുന്നതായിരിക്കും എന്ന് ഭഗവാൻ അവിടെ പറയാണ് ആ വീട്ടുകാരോട്. അങ്ങനെ അവരവിടെ താമസിച്ചു. ഗുരുദേവൻ മാസാമാസം ഇവർക്ക് വേണ്ട ചെലവിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇവർ നന്നായി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. ഇവർ നല്ല ജീവിതത്തിലേക്ക് കടന്നു. ഇവർക്ക് മക്കളുണ്ടായി. ഉണ്ടായ ഒരു മകനാണ് NH ശാസ്ത്രികൾ എന്ന് പറയും. അദ്ദേഹം ട്രിവാൻഡ്രം സംസ്കൃത കോളേജിൽ ലെക്ചറായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ തപ്പിയാൽ കിട്ടും അവരെ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ശിവഗിരിയിൽ സംസ്കൃത കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ സ്വാമിയുടെ ആ മുൻകാഴ്ച, മുന്നോട്ടുള്ള ഭാവിയെ കാണാനുള്ള സ്വാമിയുടെ ആ ഒരു കഴിവിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു അവതാരത്തിൻ്റെ ഒപ്പമാണ് നമ്മളിവിടെ ഒരു മാസത്തിൽ നമ്മൾ 2-3 പ്രാവശ്യം കുടുംബ സംഗമവും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുന്നുണ്ട്. നമ്മൾ എത്ര പേര് ഇതിൽ ശരിക്കും ആ ഈശ്വരനാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എത്ര പേര് ഭഗവാനെ അങ്ങനെ കാണുന്നുണ്ട്. ഇത് ഓരോ ഇത് കഴിയുമ്പോഴും നമ്മളിതൊരു മെക്കാനിക്കലായി പോവുകയാണ്. ഈ മെക്കാനിക്കൽ ഒരു യാന്ത്രികമാണ്. അങ്ങനെ യാന്ത്രികമാകരുത്. ഈ അവതാരങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാ മൊമെന്റും നവമായി വരണം. എപ്പോഴും ഇപ്പൊ അവര് പറഞ്ഞതുപോലെ ഏത് സമയത്തും ഗുരുദേവൻ നമ്മുടെ മനസ്സിലുണ്ട്. കർഷകർ ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഇരിങ്ങാലക്കുട എനിക്ക് ബസ് കയറാൻ നിൽക്കുമ്പോഴും ഗുരുദേവൻ എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുവോ അങ്ങനെയുള്ള ഒരാൾക്ക് ഗുരുദേവൻ ഇൻട്യൂഷൻ തന്നുകൊണ്ടിരിക്കും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഇനി 2 കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം, ഇത്രയെല്ലാം പറഞ്ഞ കാര്യത്തിൽ ഭയങ്കര തൃപ്തിയായി. അപ്പൊ ഒരു കാര്യം ഒന്ന് ചോദിച്ചോളൂ. നമ്മുടെ കുടുംബ സദസ്സിലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു, ഈ കുടുംബയോഗത്തോണ്ട് എന്താണ് പ്രയോജനം? അപ്പൊ അതിനൊന്ന് വിവരിച്ചു കൊടുക്കുക. സത്സംഗം എന്ന് പറയും. ശങ്കരാചാര്യരുടെ ഇതുള്ള ശ്ലോകങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. സത്സംഗം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഒരു ജീവാത്മാവിന് പുരോഗതിയിലേക്ക് പോകാനായിട്ട് സാധിക്കൂ. സത്സംഗം വളരെ പ്രധാനപ്പെട്ട വളരെ വിപുലമായുള്ളൊരു ടോപ്പിക്കാണ് സത്സംഗം. ഇപ്പൊ ഞാൻ ആ പോയിന്റ് ഇതും കൂടി ഘടിപ്പിക്കുക കേട്ടോ. അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ, ഇവിടെ വേറെ ഒരു പ്രഭാഷകനും പറഞ്ഞു, എന്ത് കുട്ടികൾ നമ്മളുടെ കൂടെ ആരാണ് 5 സുഹൃത്തുക്കളെ അറിയുമെന്ന് അദ്ദേഹം നമ്മുടെ പ്രസിഡന്റ് ചോദിച്ചു. 5 സുഹൃത്തുക്കളെ ഏതൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാം മക്കളുടെ 5 സുഹൃത്തുക്കളെ അറിയാം?
അപ്പോൾ ഈ കുട്ടി സത്സംഗമാണോ ചെയ്യുന്നത് ദുസ്സംഗമാണോ ചെയ്യണത് എന്ന് അറിയണമെങ്കിൽ, കുട്ടി സത്സംഗമാണോ ദുസ്സംഗമാണോ ചെയ്യണത് എന്ന് അറിയണമെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അങ്ങനെ ചെന്നില്ലെങ്കിൽ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ കുട്ടികളൊക്കെ ഒരു സ്വയം അവർക്കൊരു ഒരു ഒരു ലക്ഷ്യങ്ങളും അച്ഛനെയും അമ്മേനെയും ഞാൻ വലുതാവുമ്പോൾ അച്ഛനെയും അമ്മേനെയും സംരക്ഷിക്കണമെന്നുള്ള ഒരു ത്വരകൾ ഇവിടെ ഇരിക്കുന്ന ഈ ഏകദേശം നമ്മളെ പോലെയുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. അച്ഛനെയും അമ്മയെയും നമ്മൾ ശുശ്രൂഷിക്കണമെന്നോ നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കടമകൾ എന്തൊക്കെ ചെയ്തു തീർക്കണമെന്നോ ഒന്നും ഒരു ഐഡിയ കുട്ടികൾക്കില്ല. കുട്ടികൾക്കുള്ള ഐഡിയ ഈ മൊബൈലാണ്. ഈ മൊബൈലിനകത്ത് എന്ത് നടക്കുന്നു എന്താണെന്നുള്ളത് നോക്കലാണ് ഇവരത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സത്സംഗം ജീവൻ മുക്തി എന്നാ പറയുന്നത്. അതായത് സത്സംഗം കൊണ്ടേ നമുക്ക് ജീവൻ മുക്തി നേടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കേട്ട് 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 നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വരണം, താല്പര്യം വരണം. ആ താല്പര്യമാണ് നമ്മളെ ആത്മീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വിഷയമാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ നല്ല പ്രകൃതി രമണീയമായുള്ള സ്ഥലമാണ്. നല്ല കാറ്റും നല്ല കായലും മറ്റേ പുഴ പോലുള്ള ഒരു കനാലും ഇതൊക്കെ ആയിട്ട് അവിടെ കുട്ടികൾ അപ്പൊ ഞാൻ ഇവരെന്തൊക്കെയാ ചെയ്യണമെന്ന് ഈ സദസ്സിൽ പറയാൻ പറ്റില്ല. അത്രയും മോശമായിട്ടാണ് ഇവർ പെരുമാറുന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ ഇത് കണ്ടിട്ട് നമ്മുടെ വീടിന്റെ മുന്നിലല്ലേ, ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഒരു കൂസലും ഇല്ല അവർക്ക്. അപ്പൊ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മൊബൈൽ എടുത്തു. അവരുടെ തന്നെ ടെക്നിക്കാണത്. ഞാൻ മൊബൈൽ എടുത്ത് ക്യാമറ ഓൺ ചെയ്യണ പോലെ കാണിച്ചു. പിടിച്ചൊന്നുമില്ല. ക്യാമറ ഓൺ ചെയ്യണ പോലെ കാണിച്ച വഴിക്ക് ഇവർ പറന്നുപോയി ബൈക്കിട്ട്. നോക്കൂ, നമ്മളുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ പോകുമ്പോൾ അവർ എത്ര മണിക്കൂർ എവിടെ ചെലവഴിച്ചു എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യം പാരൻസിന്റെ. അതൊരിക്കലും വീഴ്ച വരുത്തരുത്. ഇപ്പൊ 7:30 ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 7:30 തൊട്ട് 8:30 വരെ ട്യൂഷൻ. ആ 7:30 തൊട്ട് 8:30 വരെ കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ലേന്ന് ആ ട്യൂഷൻ എടുക്കുന്ന ആളോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ വിളിച്ച് ചോദിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. കുട്ടികളെ പറഞ്ഞുള്ള കാര്യമില്ല. കാരണം കുട്ടികളുടെ മനസ്സ് പെട്ടെന്ന് ഫ്ലെക്സിബിളായി പോകുന്നതാണ്. കുട്ടികളെ പെട്ടെന്ന് നമുക്ക് വഴി തെറ്റിക്കാൻ പറ്റും. ഈ തെറ്റായ കാര്യങ്ങൾ ഈ ദുസ്സംഗത്തിലൂടെ ഈ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ അവർ പറഞ്ഞു കൊടുക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകളിലൂടെ ഈ കുട്ടികൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. മോനെ ഇതൊന്ന് നീ ഒന്ന് കഴിച്ചു നോക്ക്. ചന്ദ്രൻ സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എത്രയോ പേര് കേട്ടതാണ്. നീ ഒന്ന് കഴിച്ചു നോക്ക്, നമുക്ക് വളരെ സന്തോഷമാണ്, നിനക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും. നോക്കണേ, നിനക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇന്നസെൻസ് അവരെന്ത് ചെയ്യും, അത് വാങ്ങി സ്റ്റാമ്പോ അല്ലെങ്കിൽ എന്തോ നമുക്കൊന്നും അറിയില്ല ഈ സംഭവം എന്താണെന്ന്. അത് അവർ ട്രൈ ചെയ്ത് നോക്കും. 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് ഇവർ അതിൽ അഡിക്ഷൻ ആയി കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, പൈസ ചോദിക്കും. അപ്പൊ അമ്മയുടെ പേഴ്സിൽ നിന്നോ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നോ ഇവർ മോഷ്ടിക്കും. കിട്ടാതെ വരുമ്പോൾ ഇവര് വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും, തല്ലിപ്പൊളിക്കാൻ തുടങ്ങും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവരെ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അവരെ പിടിച്ചു കയറ്റാൻ പറ്റില്ല കേട്ടോ, സാധിക്കില്ല. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ മക്കൾ എവിടെ പോകുന്നു, എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ കൂട്ടുകാരാരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്ലീസ്. നമുക്ക് കുട്ടികളെ ഭയങ്കര വിശ്വാസമായിരിക്കും. പക്ഷെ കുട്ടികൾ ഒരു പ്രായത്തിൽ നമ്മുടെ പിന്നിലേക്ക് ഒന്ന് ചിന്തിച്ചു പോകും. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ വലിയ കുഴിയിലൊന്നും പോയി വീണില്ല. അപ്പൊ ആ പ്രായത്തിൽ പെട്ടെന്ന് വഴിതെറ്റിപ്പോകും. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ആ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാ. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ തന്നെയാണ് പാരൻസ്. പിന്നെ മറ്റൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശർക്കരയുടെ പോയിന്റ് പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം തന്നെ അതിന് തയ്യാറാവണം. ഞാൻ ഗുരുദേവൻ ശർക്കര കഴിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഗുരുദേവനെ അറിയാൻ എന്ത്, ഞാൻ തന്നെ ഈ ദുസ്വഭാവത്തിന് അടിമയാണ്, ഞാനിത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അർഹനല്ല. അതുകൊണ്ട് അദ്ദേഹം നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞു. നെക്സ്റ്റ് വീക്ക് വന്നപ്പോൾ പറഞ്ഞു, ശരിയായിട്ട് ഇതാണ് എനിക്ക് അത് ഉണ്ടായിരുന്നത്, മാറ്റിയിട്ടാ ഞാൻ. ചിന്ത, വാക്ക്, പ്രവൃത്തി. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും ഒന്നിക്കുന്ന ത്രികരണ ശുദ്ധി എന്ന് പറയും. ചിന്ത, വാക്ക്, പ്രവൃത്തി. അതാണ് അവിടെ ഗുരുദേവൻ ചെയ്തത്, പ്രാക്ടിക്കലാക്കിയത്. അതായത് ഞാൻ ആദ്യം തന്നെ നിർത്തണം. അതേപോലെ നമ്മൾ കുട്ടികളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യരുത്, പ്ലീസ്. അതാണ് കുട്ടികൾ ഒരിക്കലും നമ്മളെ അവർ മറികടക്കും. നമ്മൾ എത്ര സൂത്രം ചെയ്താലും ഈ ജനറേഷൻ അവർ മനസ്സിലാക്കും.
നമ്മൾ കുട്ടികളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ശരി, ഓക്കെ ആണോ? ശരിയാണോ? സമ്മതിച്ചോ? അതുപോലെ ചെയ്യോ? അതുപോലെ ചെയ്യോ? ചെയ്യണം. എന്നാലാണ് നമ്മുടെ വയസ്സുകാലത്ത് ആ കുട്ടികൾ നമുക്കൊരു ഉപകാരത്തിലേക്ക് വരണമെങ്കിൽ നമ്മളത് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ യോഗത്തിൽ ആദ്യമായി നന്ദി പറയാനുള്ളത് നമ്മുടെ അധ്യക്ഷനായ സിദ്ധാർത്ഥനോടാണ്. അദ്ദേഹം ശ്രീഗുരു കുടുംബസദസ്സിൻ്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും കൂടിയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യമായി ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുന്നത് കുടുംബയോഗം ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശാഖാ സെക്രട്ടറി ഷാജിയേട്ടനോടാണ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. കൂടാതെ ഇന്നിവിടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച ബാബുവേട്ടൻ, ബിജോയ് നെല്ലിപ്പറമ്പിൽ, നമ്മുടെ മുരളിച്ചേട്ടൻ എന്നിവരോടും നമ്മുടെ സുനിത എന്നിവരോടും കൂടാതെ ഇന്നിവിടെ ഈ വേദി ഒരുക്കുന്ന ഷാജിക്കും കുടുംബത്തിനും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബയോഗം ഇന്നിവിടെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.